ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഇടുന്നത് എല്ലാവർക്കും പേപ്പർ മുതൽ മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ എക്സാം പേപ്പർ കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയാണ് കുഴപ്പമില്ലാണ്ട് മാർക്ക് ഉണ്ട്. പക്ഷേ മിക്കതിനും ഒരേ സെയിം മാർക്ക് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എല്ലാത്തിൻ്റെയും മാർക്ക് നോക്കാം. ആദ്യം മലയാളം ഫസ്റ്റ് പരീക്ഷ ഓർഡർ അല്ല. മലയാളം ഫസ്റ്റിനും 32 മാർക്ക്, 30ൽ 23 ആണ് കിട്ടിയിട്ടുള്ളത്. അതെയാ നേരെ കാണാൻ പറ്റുന്നത് എനിക്കറിയാം കേട്ടോ ഗൈസ്. ഞാൻ അത് ആ ഒരു ഇതിലാണ് വെച്ചിട്ടുള്ളത്. ഏത് വന്നിട്ടുണ്ട്, സ്റ്റാർ വന്നിട്ടുണ്ട്. ഓക്കെ, അത് കുഴപ്പമില്ലാണ്ട് എഴുതി. അക്ഷരത്തെറ്റ് ഇല്ല, പക്ഷേ വൺ വേർഡ് മിക്കത് ഞാൻ മലയാളം ഫസ്റ്റ് സെക്കൻഡിലൊക്കെ തെറ്റിച്ച് വെച്ചിട്ടുണ്ട്. അത് തന്നെ എൻ്റെ ഹോബിയാണ് ഗൈസ്. ഓക്കെ, അടുത്തത് മലയാളം സെക്കൻഡ് കുഴപ്പമില്ല. പക്ഷേ ഉണ്ടല്ലോ മലയാളം ഫസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുള്ളത്, മലയാളം സെക്കൻഡ് കിട്ടിയിട്ടുള്ളത് 30 തന്നെയാണ്. നല്ല 30 30 എന്താണെന്നറിയില്ല, കുറഞ്ഞ് പോയി. 30ൽ 21 പറയാണ്ട് തന്നെ അറിയാം. 30ൽ 21 ബി. ആകെ അതിന് മാത്രമാണ് ഏറ്റവും മാർക്ക് പറഞ്ഞേക്കുന്നത്, അതിൽ മാത്രമാണ്. മലയാളം സെക്കൻഡ് എന്താണെന്നറിയില്ല. 30ൽ 21 ബി ആണ്. പിന്നെ ടീച്ചർ പാരൻസ് മീറ്റിംഗ് ആയിരുന്നു ഇങ്ങനെ പറഞ്ഞു. നമ്മൾ ഒരു 2 എയുടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പം അത് ഞാൻ നല്ലോണം വിശദീകരിച്ച് തരുന്നുണ്ട്. നമുക്കൊരു കൊഞ്ചുന്ന നമ്മുടെ കസിൻസ് എന്ന് പറഞ്ഞാൽ അനിയത്തിമാരുടെ നമ്മളിങ്ങനെ ഓമനത്തോട് സംസാരിക്കുന്നത്, അത് പറ്റി എഴുതാൻ പറഞ്ഞു. എൻ്റെ കസിൻ കല്ലുവിനെ പറ്റി എഴുതാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോയിലൊക്കെ. അപ്പോൾ അവളെ പറ്റി അവൾ ഇന്നലെ വന്നിട്ട് പോയായിരുന്നു. ഇന്നാ പോയതും ടീച്ചർ നല്ലോണം എതിരെ ആൾക്കാർക്ക് സ്റ്റാറൊക്കെ തന്നിട്ടുണ്ട്. എനിക്ക് ആ സ്റ്റാർ കിട്ടി ഗൈസ്. അപ്പോൾ അങ്ങനെ സ്റ്റാർ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, നിങ്ങൾക്കൊക്കെ മാർക്ക് എത്രയാണ് കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ബോക്സ് ഓണാണെങ്കിൽ മാത്രം. അടുത്തത് ഇംഗ്ലീഷിന് ഏതന്നെയാണ് കിട്ടിയിട്ടുള്ളത്. മാർക്ക് ടീച്ചർമാർ എഴുതിയിട്ടില്ല, അതായത് മാർക്ക് പറഞ്ഞിട്ടുള്ളൂ. മാർക്ക് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അതിന് നമുക്ക് മാർക്ക് വിലയിരുത്തില്ല. മാർക്ക് 28 മാർക്ക് ഇതിന് 28 ആയിരുന്നു മാർക്ക്. മാർക്ക് ഇതിന് 28 മാർക്കാണ്. കുഴപ്പമില്ല. വൺ വേർഡ് എല്ലാം ശരിയാക്കിയിട്ടുണ്ട്. ന്യൂസ് തയ്യാറാക്കാനുണ്ടായിരുന്നു, റെഡിൽ തയ്യാറാക്കാനുണ്ടായിരുന്നു, കോൺവെർസേഷൻ ഉണ്ടായിരുന്നു, അങ്ങനെ തോട്ട്സ് ഉണ്ടായില്ല, പിക്ചർ സ്റ്റോറി ഉണ്ടായിരുന്നു. അങ്ങനെ അത്യാവശ്യം ഞാൻ പഠിച്ചെല്ലാം വന്നിട്ടുണ്ട്. അടുത്തത് ഹിന്ദി ഞാൻ 5ാം ക്ലാസ് തൊട്ടാണ് പഠിക്കുന്നത്. അപ്പം അതിൻ്റെ കുറവുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞ അവിടുത്തെ മാർക്ക് തന്നെയാണ് എനിക്ക് ഇത്തവണയും. കഴിഞ്ഞ തവണ എനിക്ക് 30ൽ 28 ആയിരുന്നു. അപ്പോൾ ഇത്തവണ എനിക്ക് 30ൽ 28 തന്നെയായിരുന്നു. 30ൽ 28 മാർക്ക്. 30ൽ 28 എ തന്നിട്ടുണ്ട്. ആണ് മാർക്ക് വന്നിട്ട്. എന്ന് പറയുമ്പോൾ 30ൽ 28 പോസ്റ്റർ തയ്യാറാക്കാനായിരുന്നു. വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. പിന്നെ എലിഫൻറ്റിൻ്റെയും ഗേങ്കടയുടെയും കുറേ ബോളിൻ്റെയും പേട് കച്ചുവേ അങ്ങനെ എല്ലാത്തിൻ്റെയും കച്ചുവാണാണ് എഴുതണം വെച്ചാണ്. അതൊക്കെ തന്നിട്ട് ചെയ്യേണ്ടായിരുന്നു. ഞാൻ വരച്ചിട്ട് എഴുതണം എങ്ങനെയുണ്ട് എൻ്റെ ഇപ്പടം വരാം. ഇത് ഞാൻ ആമട്ടോ ഗൈസ് ഉദ്ദേശിച്ചത്. ഇത് ആന, പൂമ്പാറ്റ, ബോള്, ഞണ്ട്, ആന. കുഴപ്പമില്ലാണ്ട് പരീക്ഷ എഴുതാൻ പറ്റി, കുഴപ്പമില്ലാണ്ട് പോയി. അടുത്തത് ബേസിക് സയൻസ് എനിക്ക് പേരായിട്ട് അറിയാം. ഇംഗ്ലീഷിന് എനിക്ക് 23 മാസം കണ്ട് പറഞ്ഞാൽ മറന്നു, കൃത്യമായിട്ട് ഓർക്കണം. പിന്നെ ബേസിക് സയൻസിന് എനിക്ക് 30ൽ ഞാൻ സത്യമായിട്ട് ഞാൻ വിചാരിച്ചത് എനിക്ക് 18, 15, 20 ആ ഒരു ഇത് കിട്ടുമായിരുന്നു. പക്ഷേ എനിക്ക് 30ൽ 24 കിട്ടി. 24 മാർക്കാണ് എനിക്ക് 30ൽ. 30ൽ 24 മാർക്കുണ്ട്. ഇവിടെ എഴുന്ന് എഴുതിയിട്ടുണ്ട്, എഴുന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഞാൻ വൺ വേർഡ് മിക്കതും തെറ്റിച്ച് വെച്ചേക്കാം. കണ്ട ഒട്ടത്തരം കാണിച്ചു ഗൈസ്. അങ്ങനെ വൺ വേർഡ് ഒക്കെ തെറ്റിച്ച്. പിന്നെ ഇത് ഞാൻ സത്യമായിട്ട് സീരിയസ്ലി ഞാനിത് പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അത് ശരിക്കും പരിശീലിക്കുന്നത് എനിക്ക് മസ്റ്റ് എനിക്ക് ഉറപ്പായിരുന്നു വരുമെന്ന്. കാരണം ഇങ്ങനെയില്ല. പിന്നെ ഗ്രാവിറ്റീനെ പറ്റിയും പടം വന്നിട്ട് പേര് എഴുതാനും ഓരോന്നിൻ്റെയൊക്കെ കുറച്ച് തന്നിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ലാണ്ട് എനിക്ക് എല്ലാം എഴുതാൻ പറ്റി. പിന്നെ സോഷ്യൽ സയൻസ് ഞാൻ പറഞ്ഞില്ല, എല്ലാത്തിനും ഒരേ മീഡിയം ലെവലാണ്. സോഷ്യൽ സയൻസിന് എനിക്ക് 30ൽ
24 കുഴപ്പമില്ലാണ്ട് മാർക്ക് ഇട്ടുണ്ട് ഇത്തവണ കുഴപ്പമില്ല 24 കഴിച്ചത് സ്റ്റാറിന് സ്മൈലി വെരി ഗുഡ് എ അങ്ങനെ ഉണ്ട്. പിന്നെ ഇതിൽ വന്നിട്ടുള്ളത് ഡയറക്ഷൻസ് കണ്ടുപിടിക്കാൻ, പിന്നെ ട്രാഫിക് ബ്ലോക്ക് ബന്ധപ്പെട്ട് എന്തൊക്കെ സംഭവിക്കും, ആ വണ്ടി ഇങ്ങനെ കുറേ വണ്ടികൾ കൂടി എന്തൊക്കെ സംഭവിക്കുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. ട്രാഫിക് ബ്ലോക്ക്, ആക്സിഡൻറ്റ്, ഹെൽത്ത് ഇഷ്യൂസ് അങ്ങനെ കുറേ എഴുതിയിട്ടുണ്ട്. പിന്നെ വണ്ടിക്ക് അപകടം പറ്റാണ്ടെങ്കിൽ എങ്ങനെ പോകണം ഉണ്ട്. പിന്നെ നെയ്ബറിങ് സ്റ്റേറ്റ്, ഇറ്റ്സ് ക്യാപിറ്റലൊക്കെ എഴുതാൻ പറ്റും അങ്ങനെ കുറേ വന്നിട്ടുണ്ടായിരുന്നു. പോസ്റ്റർ തയ്യാറാക്കാനായിട്ട് വന്നിട്ടുണ്ട്. പോസ്റ്റർ എന്ന് പറയുമ്പോൾ ഇങ്ങനെ നമുക്കൊരു വെള്ളത്തിൻ്റെ ആണെങ്കിൽ അതിൻ്റെ പോസ്റ്റർ പോലെ 2 സെൻറ്റൻസ് ആയിട്ട് എഴുതാം. ഇത് ശരിയാണെന്ന് അറിയാൻ പാടില്ല, കുഴപ്പമില്ലായിരിക്കാം. ഡു നോട്ട് വേസ്റ്റ് വാട്ടർ, സേവ് ദി വാട്ടർ ആൻഡ് ഡോണ്ട് പുട്ട് ഇൻ പ്ലാസ്റ്റിക് വേസ്റ്റ് ഇൻ ദി വാട്ടർ. പിന്നെ 1 വേർഡ് പറഞ്ഞില്ല, എനിക്ക് 1 വേർഡ് തെറ്റൊക്കെ കൂടുതലാണ്. 1 വേർഡ് മിക്കതും ഞാൻ തെറ്റിച്ചിട്ടുണ്ട്. പിന്നെയുള്ള മാത്സ്, കാരണം മാത്സിന് മാർക്ക് എല്ലാവരും ഓർക്കണം ഞാൻ വിശ്വസിക്കുന്നു. 30ൽ 18 മാർക്കാണ് എനിക്ക് കഴിയണം. ശരിക്കും വിഷമം. ഇത്തവണ ഞാൻ നല്ലോണം പഠിച്ചു, കുഴപ്പമില്ലാതെ ഞാൻ എഴുതി. ഞാൻ പ്രതീക്ഷിച്ചേക്കാളും മാർക്ക് കിട്ടി. നല്ലൊരു വിശ്വാസം ഉണ്ടായിരുന്നു മാത്സിന് നല്ല മാർക്ക് കിട്ടുമെന്ന്. മാത്സിന് ഏതൊന്നുണ്ട്, അത് 30ൽ 24. ഞാൻ കൃത്യമായിട്ട് ഒന്നിൻ്റെയും മാർക്ക് കൊടുക്കാനുള്ള. ഇംഗ്ലീഷിന് 28 മാത്സിന് A 24. കുഴപ്പമില്ല. ഇങ്ങനെ റെക്റ്റാങ്കിൾ 1/3 എന്നൊക്കെ തന്ന് പാർട്സ് ഷെയ്ഡ് ചെയ്യാൻ, പിന്നെ ടൈം എഴുതാൻ വേണ്ടിയിട്ട് 12 to PM AM അത് ചെയ്യാൻ വേണ്ടി തന്നു. പിന്നെ എത്ര മിനിറ്റ്, ഹവേഴ്സ്, അത് ടോട്ടൽ പിന്നെ പാക്കഡ് അതൊക്കെ പണ്ട് ഇങ്ങനെ കുറേ വന്നായിരുന്നു. 8 ഫ്രാക്ഷൻ ഫ്രോം, ഡെസിമൽ ഫ്രോം അത് ഉറപ്പായിട്ടും വരുന്ന ഒരായിരുന്നു. അതിൻ്റെ ഫുൾ ശരിയാണ്, കുഴപ്പമില്ല. പിന്നെന്താ ഇതന്നെ ഈ കുറച്ച് സെയിം തന്നെയാണ് വന്നിട്ടുള്ളത്. ടോട്ടൽ മേക്കിനെ പറ്റി എഴുതാൻ, മൈനസ് ചെയ്യാൻ, പിന്നെ റെക്റ്റാങ്കിൾ മൾട്ടിപ്ലിക്കേഷൻ ആൻസർ അത് ചെയ്യാൻ. പിന്നെ ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ, ആർട്സ് എഡ്യൂക്കേഷൻ, 1 മിനിറ്റ് ഒന്നും കൂടെ ഉണ്ട്. ആർട്സ് എഡ്യൂക്കേഷൻ, പിന്നെ വർക്ക് ഇൻറ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ. ഇത് 3 എനിക്ക് A ആണ്, സിമ്പിളാണ്. നമുക്ക് വേണമെങ്കിൽ മലയാളത്തിൽ എഴുതാം, ഇംഗ്ലീഷിൽ എഴുതാം, മംഗ്ലീഷിൽ എഴുതാം, ഇഷ്ടമുള്ള എഴുതാം. ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ എനിക്ക് A മാർക്ക് തന്നെയാണ്. എങ്ങനെ വേണമെങ്കിലും നമുക്ക് എഴുതാം, നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് എഴുതാം. കാരണം മലയാളത്തിൽ എഴുതാം. കാരണം ഇത് നമുക്ക് അത്രയ്ക്ക് എടുക്കാത്ത വിഷയമാണ്. കാരണം ബാക്കിയുള്ള വിഷയം എടുത്ത് നമുക്ക് ഇതൊന്നും എടുക്കാൻ സമയമില്ല. ആർട്ടിനും വർക്കിനും A ആണ്. കണ്ടോ, ആർട്ടിന് A, വർക്കിനും A തന്നെയാണ്. എനിക്ക് കുഴപ്പമില്ലാത്ത മാർക്ക് ഇത്തവണ കിട്ടി. അതിനിങ്ങനെ റോഡിൽ എന്തൊക്കെ പോസ്റ്റേഴ്സ് ഉണ്ടാവും, എന്തൊക്കെ ബോർഡ് ഉണ്ടാവും, സ്കൂൾ അടുത്തുണ്ട്, അതൊക്കെ പറ്റി എഴുതാനും തന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കേൾക്കണം. കൊച്ചു വീഡിയോ ആണ്, ഒരു 8 മിനിറ്റ് എടുത്തു. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ പരീക്ഷ പേപ്പറാണ്, നിങ്ങൾക്ക് മാർക്ക് എത്രയെന്ന് പറയുക. സൗണ്ട് ഇഷ്യൂ ഉണ്ടാവും, ചിലപ്പോൾ സൗണ്ട് കേൾക്കാൻ പറ്റില്ല, മാർക്ക് തിരിഞ്ഞായിരിക്കും വന്നിട്ടുള്ളത്. അപ്പം എല്ലാവരുടെ പരീക്ഷ പേപ്പറും നല്ല മാർക്ക് കിട്ടി വിചാരിക്കണം. എല്ലാവരും നല്ല പരീക്ഷ ചെയ്യുന്നതെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ആൻഡ് എല്ലാവർക്കും ബൈ. എന്നെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം കേട്ടോ. ബൈ.